ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളെ ദിവസത്തിൽ എന്നും സ്പെഷ്യലാണ്, ഇന്നൊരു എക്സ്ട്രാ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ജിമ്മിച്ചനുണ്ട്. ജിമ്മിച്ചൻ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുകയാണ്. അച്ചുക്കയുണ്ട്, നബീലുണ്ട്, നിഹാലുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹർഷി അവർകളുണ്ട്. അപ്പോൾ ഹർഷിയാണ് പാലക്കാട് വരെ വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിച്ചേട്ടോ. ഹർഷി എങ്ങനെയുണ്ട്? നമ്മൾ ടീഷർട്ട് എങ്ങനെയുണ്ട്? എന്നാ പൊടി. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാടിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ ഗ്രാമഭംഗി ആസ്വദിച്ചല്ലേ, ആ പച്ച സാച്ചുറേഷൻ കൂടി ആ ഫ്രെയിമിൽ കൂടെ ഇങ്ങനെ പോരുന്നൊരു സുഖം വേറെ നാട്ടിൽ കൂടെ കിട്ടലില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനെ വഴിയോരങ്ങളുടെ പോന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് കടത്തിയിട്ടുള്ളത്. അപ്പം നിയാലിനും കണ്ടില്ല, ഉറങ്ങിയ ഞാൻ കാണിച്ചത് ഉറങ്ങുമ്പോൾ നീച്ചി വരി. ഇവിടെ നല്ല മായാണ്ടിച്ചന്റെ ചായ ഉണ്ട്. കാര്യം ഞാൻ ഇട്ട പേരല്ല, അയാളിട്ട പേരാ. നീച്ച് മായാണ്ടിച്ചേട്ടന്റെ ചായ. മുന്നിൽ നിന്ന് വരണ്ട കേട്ടോ, വേറെ നാടാ, നല്ലടി നാട്ടിൽ കിട്ടും. ശരി, പെരീന്ന് പൂ പോലെ കേക്കിയ വണ്ടിയിൽ ഇവിടെ എത്തിയപ്പോത്തിന് ഈ കഥ. വാ മായണ്ടിച്ചൻ, വാ അച്ചോ, ബ്ലോഗാണേ, ഇങ്ങോട്ട് വാ. നീച്ചി ഹായ്, എന്താ വർത്താനോ? താങ്ക് യു. എന്താ വർത്താനോ? നിങ്ങളെ പേര്? ഷെഫീഖ. ഓക്കെ, നമ്മളൊരു സാധനം വാങ്ങാൻ വന്നാ. ഉഷാറല്ലേ? ഇവിടെ വീട്? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ കാണും. ഇൻഷാല്ലാ. ഹായ് ബ്രോ. ഹായ്. ഓലപ്പെടുത്തില്ല, അങ്ങനെ പിടിച്ചോ. ഹായ് ബ്രോ. ഹായ്. എന്താ പിടിച്ചോ? 2 ചായയും 3 കോഫിയും. മധുരക്കൊക്കെ വേണ്ടത്? മധുരം വേണ്ട, ജിമ്മിക്ക് മധുരം വേണം. വേണ്ടിയില്ല. ഞാൻ ചായ കുടിച്ചില്ല പറഞ്ഞു. മധുരം ഇല്ലാതെ കുടിക്കും. അല്ല, ഇന്നലെ നിർത്തി പറഞ്ഞു. ഇന്ന് തുടങ്ങി ചായ കുടിക്കാനോ? മധുരം വേണ്ട. സമൂസ, പഴംപൊരി, ഇറച്ചിവട, ഇറച്ചി ബോണ്ട, ഒരു സമൂസ, ഒരു ചായയിലും ഒരു കോഫിയിലും മധുരം വേണ്ട കേട്ടോ. ലൈവ് പഴംപൊരി ടീകളെ, മധുരം ചായ. ലൈവ് പഴംപൊരിയാണ്. എങ്ങനെയുണ്ട്? എന്താ വെച്ചാല് ഇവിടെ ഡയറക്റ്റ് പഴം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. റിവ്യൂ അർഷി പറയുന്നുണ്ടോ? നല്ല ചൂട് പഴം പറയാ. എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചു നോക്കി. ഞാൻ ഇതെങ്ങനെ ഊതി കൂടെ വിട്ടുക അങ്ങ് പുറത്തേക്ക് സമൂസ നബീലോടെ നബീൽ ചായ ഉണ്ടാ? നമ്മളിപ്പോ നബീൽ കൂടെ ഉണ്ട്. നബീൽ അവിടെ വണ്ടി കടന്നു തുടങ്ങിയാണ്. കുട്ടിനെ ചാറ്റ് ചെയ്യേ നമ്മള് പോണ ഗ്യാപ്പില്ലേ? എല്ലാരും ഒപ്പം പറ്റില്ല. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തെന്നാണ്. എടാ തരികിട, ഇത് മതി നീ എടാ കൊച്ചി. എല്ലാ തരത്തിലും ഫ്രെയിം ലോക്കായി. കൊച്ചി ഹൈ, നല്ല കൊച്ചി ഹൈ. എന്താ യാറബേ, ഫ്രെയിം ആകെ ബ്ലോക്കായിട്ടാ, ഫുൾ ബ്ലോക്ക്. ഓ, ഫാൻസിനൊക്കെ ഒരു ഹായ് കൊടുത്തിട്ട് പറച്ചേ ഇപ്പൊ തന്നെ സാൻഡ്ര കുത്തി കയറി. അല്ലോ നബിലെ നാരോ സ്കെപ്പാണല്ലോ. ചേച്ചി എസ്റ്റിമിസോ? ഇത് എസ്റ്റിമിസ്
ഇക്ക ഒരു സമൂസ മധുരമുള്ള ഞാനെന്ന് ഇറങ്ങണോ ഞാന് കാപ്പി അത് ജിംസാണ് എന്തൊക്കെ ആകെ കൺഫ്യൂഷൻ ആക്കി ആ നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ. താങ്ക് യു ഓർഡർ ചെയ്തു ഓക്കെ ശരി ഒരു സാധനം വാങ്ങാണ്ട് ആട്ടോ കൊടുക്കറിയ ഇൻഷാല്ല കാണാം അല്ല ടൈമില്ല വേത്തണോ ഇൻഷാല്ല വരണ്ടി പോവാ പോവാ ഓക്കെ ഓക്കെ ഇതെന്ത് ഫില്ലിങ്ങാ സബ്ബേ ഒരു സാധാ ചായത്തേക്ക മധുരമുള്ള നമ്മളെങ്ങനല്ല അവിടെ പോയി ഇരിക്കാനോ അവിടെ നമുക്ക് ഏതായാലും പാട്ട് പാലക്കാട് വന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കണം. അതാണ് അടിച്ചാലിന്റെ അവിടെ ആ പാടത്ത് ഞങ്ങൾ പാടത്ത് പോയി ഈ 45 ഡിഗ്രി ചൂടിൽ ഇരുന്ന് വരും. കറണ്ട് എന്താണ് പെട്ടെന്ന് ചൂട് പെട്ടെന്ന് മഴ. വലൈക്കും അസ്സലാം. എന്താ വിശേഷം? സുഖം. ഉള്ളിലൊക്കെ ഇറങ്ങിയ താങ്ക് യു. അതെ ലോക്കാവോ ചൂടോടെ പഴംപൊരി. ഓ അതെടുത്തരോ മക്കൾക്ക് ഓക്കെ എടാ തീവണ്ടി ആ എന്നാ ശരിക്കാം ഒരു സോങ് ശരി എനിക്ക് വെരി ഓക്കെ നിങ്ങളോട് പോയത് ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ വന്നാ ഒരു സാധനം വാങ്ങാം. ഇല്ലല്ല ഉദ്ഘാടനല്ലേ സാധനം വാങ്ങാം. ഒരു സാധനം ഉണ്ട് സർപ്രൈസ്. വെളുപ്പുണ്ട് കനുണ്ട്. ഒരു സമൂസ കൂടി പറയും. ഒന്നാറേ പറഞ്ഞേ സമൂസ രക്ഷയില്ല. വെജിറ്റബിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റ്. എങ്ങനെടാ വൈബ് എടുക്കാൻ പോകാം ബാക്കിയോ ഓ വൈബായി വൈബ് കിട്ടിയോ? പുതിയ പ്രൊമോഷൻ ടാറ്റായിട്ട് ഇതിന് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടല്ലോ. സെൽവന്റെ ഷോപ്പിൽ കാണാം. നമ്മൾ സെറ്റാക്കാം. ഇൻഷാല്ലാ ഞാൻ കൊണ്ടുനടക്കാത്ത നമ്മളെ മൂത്ത ആൾക്കാരെന്നെ ഉണ്ട് കെട്ടിപ്പോവാന്. ആ എന്നിട്ട് നമ്മളോളൂ ആ ബൽക്കൊക്കെ 28 27 25 ഒക്കെ പ്ലാൻ 26 എനിക്ക് 24 ആ ചെറിയ കുട്ടിയാ. ഇമ്മച്ചിക്കാണ് ഈ വണ്ടിയാണ് ആകെ. നിങ്ങളെവിടെ സ്ഥലം? ഇവിടെ തന്നെ പട്ടാമ്പി. പട്ടാമ്പിയാ. നിങ്ങൾക്ക് അപ്പൊ എടുത്താവോലോ ആ മുത്ത എവിടെ? ഞങ്ങള് പാലക്കാട്. ആ ഒരു പരിപാടിക്ക് വന്നാ വിളിക്ക് കാണാൻ പാ. കണ്ടിട്ട് പറയായി. ഓ അതെന്താ സർക്കാർ ബണ്ട?
ഞാൻ കരുതി അഫീഫ് ഇന്ന് ആകെ സ്കൂളിൽ പോയിട്ടുള്ളൂ, ഇന്നലെ ഉച്ചക്ക് പോയിട്ട് കരുതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പെരലെത്തിക്കാണോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ? ഞങ്ങളെത്തും രാത്രി 6 മണിയാകുമ്പോൾ എത്തും. ഓക്കെ, ഈ വിളിക്ക്. ഹായ്ക്കാ. ഹലോ, എന്താ വർത്താനം? ഹായ്. അവിടുന്ന് വന്നാ? ആ ഓക്കെ, റിവറിന്റെ. ആ ഓക്കെ ഓക്കെ. ആ ഞങ്ങളിവിടെ ഒരു പള്ളിയുണ്ട്, വരുന്നിടത്തൊരു പള്ളി ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഞങ്ങളിവിടെ കൂടിയിട്ടാണ്ട് വരാം, പള്ളി കഴിഞ്ഞാണ്ട് പോരാ. ഓക്കെ, നേരെ ഉണ്ട് വരാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. ടീച്ചൊന്നുമില്ല, അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ആ ഓക്കെ. എന്താ ബൂസ്റ്റും പൊടി എന്താ ചായ കിട്ടുന്നേ? ഇങ്ങോണ്ട ഇങ്ങോണ്ടാ പള്ളിക്ക് പോവാ. പള്ളി ടൈം എന്തായി? പള്ളിക്കോട്ടെ 12:34. ആ അത് സൗദി അറേബ്യ ആണല്ലോ, നിസ്കാരത്തിന്റെ ടൈം മാറാൻ. ആകെ പെരുന്ന് 2 മണിക്കൂർ ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ഇവിടെ നിസ്കാരൊക്കെ എപ്പോഴാവും? ഒരടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അങ്ങനെയാ ഉദ്ദേശിച്ചത്. ഓ കൊച്ചിയിൽ അതേപോലെ നിങ്ങൾ കുറച്ചങ്ങോട്ട് പോകണം. ഒരു സെൽവണ്ണന്റെ പൊറാട്ടയും ബീഫും. വിത്തൗട്ട് ചായക്കൊക്കെ മധുരം ഉള്ള പോലെ കേട്ടോ. ഇനി എന്നും കുടിച്ചിട്ടാണോ? ഇസ്ലാം ബ്രോ, എന്താ വർത്താനം? സുഖം. ഞാനൊരു സാധനം വാങ്ങാൻ വന്നാ, ഷോപ്പിക്ക് വന്നാ. എന്താ വിശേഷം? സുഖം തന്നെ. ഫുഡ് കഴിച്ചാ? ഇത് പൈസ കൊടുത്താ? എനിക്കറിയില്ലേ? അല്ല നീ കൊടുത്തോളോ, എനിക്കറിയില്ല. പാസ്വേഡ് ആണല്ലേ? എന്നാ ഓക്കെ ശരി. ഓക്കെ എന്നാ പോവല്ലേ? ആ ബ്രോ, ആ ഫോട്ടോ എടുക്കാം. ഓക്കെ ബ്രോ, ശരി. നേരെ പള്ളിക്കോണം, എന്നിട്ട് പോകും. അവിടെ പോകും. ഇനി എന്ത് ചെയ്യാ ബ്രോ? നിങ്ങളൊരു ഫോട്ടോ എടുത്ത് തരുമോ? ചേച്ചി എടുത്താ? ചേച്ചി എടുത്താ? വന്നോളി. ഓക്കെ, ചേച്ചിന്റെ ഷോപ്പാ ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്. നല്ല 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 സമൂസ, നല്ല ചായ, ഇഷ്ടപ്പെട്ട്. ഞാൻ 2 സമൂസ. ഹായ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ വരും. ആ പള്ളി പോയിട്ട്. ആ ഇവിടെ ഒരു പള്ളി ഉണ്ട് പറഞ്ഞേ, അവിടെ കൂടിയിട്ടുണ്ട് വരാം. ഓക്കെ പോരാ, അത് ചായ കുടിക്കാൻ നിർത്തിയാ? ഒരു ഫോട്ടോ എടുക്കാം. ഓ എല്ലാവർക്കും അവസാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് എടുക്കണം. ഓക്കെ. വലൈക്കും ഉറപ്പായിട്ടും. താങ്ക് യു താങ്ക് യു. മമ്മി വന്നു. ഓക്കെ, എല്ലാവർക്കും എടുക്കണം. നിന്നൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരു ഫോട്ടോ എടുക്കണം. നിന്റെ മുമ്പിൽ നിന്ന് എന്റെ ഗ്ലാമറൊക്കെ പോകും. ഞാൻ പെണ്ണിന്റെ മുമ്പിൽ ഞാൻ ആ ഗ്ലാമർ കൊണ്ടു നിന്നിപ്പോ നിന്റെ സ്റ്റാറ്റസ് ഇട്ട ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ കെട്ടിപ്പിടിക്കട്ടെ ഓനെ. നിങ്ങളെ ഗ്ലാമർ ഗ്ലാമർ. അയ്യാ, ഈ വയസ്സിൽ ഇത്രയും ആൾക്കാരനെ ഉണ്ടാക്കിയില്ല. എജ്ജിക്ക് അള്ളാന്റെ അനുഗ്രഹത്തിന്റെ ആളല്ലേ. ഒരു മുത്തം കട്ടേ എടുക്കടാ, മുത്തെടുക്ക. ഇന്ന മുത്തുള്ള എടുക്കടാ. ശരിയാ, 2 കിട്ടിയ. ഞാൻ മുത്തുള്ള എടുക്ക്. ആ
പഴയ അന്നെ കൊത്തിക്കൊണ്ടുപോകും പെണ്ണുങ്ങളെ. വേറെ പെണ്ണ് നോക്കി പെണ്ണ് പാലക്കാടിന് പെണ്ണെടുക്കണേ. നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. ഇവനിക്ക് ഇവിടുന്ന് പാലക്കാടിന് പെണ്ണ് കൊടുക്കേ വേണ്ട. എനിക്ക് 500 പവനും തരുന്നു. നല്ല ദൂരണ്ടേ, കൊറേ പോരോ. ഇൻഷാല്ലാ കാണാം. ഇൻഷാല്ലാ. നിങ്ങളെ പേര്? സുബൈർ ഖാൻ. ഇൻഷാല്ലാ കാണാം. എനിക്ക് പാലക്കാടേക്കൊക്കെ വന്ന് ഇൻഷാല്ലാ. ഇൻഷാല്ലാ വരണ്ടേ. വലൈസ്ലാം. ഒരു ഹായ് കൊടുക്കുക എല്ലാവർക്കും. ഹായ്. നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ്. അതായത് ഈ ഹായ് നമ്മുടെ സബ്സ്ക്രൈബറാണ്. പ്രിയപ്പെട്ടവനാണ്, സുന്ദരനാണ്, മനസ്സ് വിശാലതാണ്. താങ്ക് യു, താങ്ക് യു. കെട്ടി പൊളിക്കണ പോലോ. ഇൻഷാല്ലാ കാണാം. ഇൻഷാല്ലാ. എന്നാ കാണാം ബ്രോ. ചേച്ചി പോയി. ഓ ഉള്ളിക്ക് വരണോ? ഉള്ളിന്ന് പോട്ടിരിക്കണോ? ശരി. താങ്ക് യു. വീഡിയോ കാണാറുണ്ട്, അടിപൊളി. താങ്ക് യു ബ്രോ. താങ്ക് യു, താങ്ക് യു. കാണാം. നിങ്ങൾ ഇവിടെ തന്നെ സ്ഥലം? ഞാൻ ആ കുറിശി. ആ തേങ്കുറിശി. ആ ഓക്കെ. തേങ്കുറിശി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഉള്ളിക്കരാം. വരി. ഫോട്ടോ എടുക്കാനാ? രണ്ടാളും നിക്കി. നല്ല ഭക്ഷണം ഉണ്ടാ? ഉഷാറാവട്ടെ. കാണാം. ശരി ശരി. പോവാ. ഓ എനിക്ക് സന്തോഷം. വരാം. പോയിട്ടാ? ഉറപ്പായിട്ടും ബ്രോ, ഉറപ്പായിട്ടും. കോഫി ക്ലാസ് ഉണ്ട് ഇൻഷാല്ലാ. പോയിട്ട് കേട്ടാ. ആ ഇവിടെ തന്നെ പോണേ. പോയിട്ട് വരാം. ഹായ്. എന്താ വിശേഷം? ഓ നിങ്ങൾ ഇറങ്ങണ്ട, ഞാൻ ഇവിടുന്ന് എടുത്തരാം. ക്ലാസ് എത്തിക്കോളി. എല്ലാരും കൂടി ഇറങ്ങി പിന്നെ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, ഞാൻ അങ്ങനെ എടുത്തരാ. ഇടയ്ക്ക് നോക്കട്ടെ. ഒന്ന് ഇറങ്ങേണ്ടി വരും, ലേറ്റ് ഇല്ല. സോറി. പള്ളി വരുന്നേ ഇല്ല പള്ളി ഇട്ട് 12 ഉള്ളു. വരിക്ക. ഓക്കെ എന്നാ ശരി. ഇൻഷാല്ലാ കാണാം. ബ്രോ. ബാബാ നബീല പള്ളിന്റെ ചവിട്ട് ഇതാണ് നമ്മളെ ഷോപ്പിന്റെ അടുത്താനായിട്ട്. ഷോപ്പ് ഇപ്പം കാണിക്കല്ല. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ ഉണ്ട്. അപ്പൊ പള്ളിക്ക് പോവാണ് നമ്മള്. പാലക്കാട്. എടാ ഇത്ര ആൾക്കാരൊന്നും പാലക്കാട് ഇന്റെ വീഡിയോ കാണുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഫുള്ള് വലിയ. ആ കാക്കൊക്കെ എന്ത് സ്നേഹം. നീ ഒരു മുത്തെന്താടാ, നീ ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരാടാ. നീ ഒരു മുത്തെന്താ എനിക്ക്. അല്ലാ ഞാനാണ് ഉമ്മ എടുത്തപ്പോ പെണ്ണുങ്ങളൊക്കെ പോണ വണ്ടി പോണേ റോഡ് സൈഡിൽ നിന്ന് കൊടുക്കല്ലേ. പക്ഷെ വലിയ കാക്കല്ലേ, നമ്മളെ സ്വന്തം ആൾക്കാരാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പള്ളി തെരഞ്ഞു പോവാണ്. എന്തായാലും പാലക്കാട് വന്നിറങ്ങിയപ്പോ തന്നെ വൻ സ്വീകരണമാണ് നമുക്ക് കിട്ടിയത്. ആ ഇവിടെ പള്ളി ഉണ്ട്. ഇതെന്താ ഷോറൂമിന്റെ ഉള്ളില് പള്ളി ഉണ്ട് അവിടെ? അല്ല അവിടെ അത്രയും വണ്ടി ഉണ്ട്. അപ്പൊ എന്തായാലും മൂപ്പര് പാലക്കാടാ. മൂപ്പര് പണ്ടെന്ന് വൻ ക്രോസ് ഓവർ. അപ്പൊ ഗൈസ് നമ്മള് പള്ളിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. സോ നമ്മള് പള്ളിക്കൊക്കെ പോയി. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാതെ നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാല് അഫിക്കൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അഫിൻ്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് ഒന്നും പ്രത്യേകം നമ്മൾ കൊടുത്തിട്ടില്ല. അഫിക്ക് 18 വയസ്സായി. സോ അഫിക്കും ഈച്ചുനും ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്നതാണ്. അഫിക്ക് ഇങ്ങനെ പേരിൽ അങ്ങനെ കൊടുക്കണമെന്ന് മാത്രം. അപ്പം ഈച്ചൂനില്ലേ ഇതിലെന്ന് ഇങ്ങനെ ചോദിച്ചു വരരുത്. ഈച്ചൂനും അഫിക്കൊക്കെ കൂടിയിട്ടാണ് ഈ വണ്ടി. ഒരു സാധനം ഒരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഓരോട് മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ വണ്ടി പേരേക്ക് വാങ്ങി, ഇത് ഈച്ചൂനും ഓട്ടണേ ഓട്ട. വേറെ വണ്ടി പേരേക്ക് വാങ്ങി, അത് അഫിക്ക് ഓട്ടണേ ഓട്ട. ആർക്കാ ചില ഇഷ്ടമുള്ള ഓട്ടി കണക്ക് ഒക്കെ നമ്മളെ വീട്ടിലേക്ക് തന്നെ അങ്ങനെ കൂട്ടിയാൽ മതി. സോ ഇത് 18ൻ്റെ നിറവിൽ അഴിഞ്ഞാടാൻ പോകുന്ന നമ്മുടെ സ്വന്തം സ്റ്റീൽ അവറുകൾക്ക് നമ്മൾ സമ്മാനിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് കണ്ടോളി. റിവറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും
ഇതാ നബീലിനെ കാണിച്ചെടുത്താ. അപ്പോൾ ബഹുമാനപ്പെട്ട നബീൽ ഇതാ വന്നിരുന്നപ്പോൾ തന്നെ വണ്ടി ചെക്ക് ചെയ്യാണ്. വണ്ടി എങ്ങനെ നബീലെ? തീ പോലല്ലേ? ഇതൊക്കെ വാങ്ങിക്കണിയാം മഴക്കാറ്. സ്മൂത്തായിട്ട് പോവാ. അല്ല ഗ്ലാസ് ഇല്ലേ? സ്മൂത്ത്. അപ്പം നമ്മളെ വണ്ടി വളച്ചാണ്ടിട്ടുണ്ടോ? ഹായ്, എന്താ വർത്താനം? സുഖം. ഹായ് ബ്രോ. ഹായ്. ഇവിടുന്ന് പള്ളി കഴിഞ്ഞ് വരാം. ആ, ഇവിടെ ഇപ്പുറത്ത് തന്നെ ഒരു പള്ളി ഉണ്ടല്ലേ? നിങ്ങളൊക്കെ ഇവിടെ തന്നെ? സോ ഒരു 3-4 കളേഴ്സ് ഉണ്ട് കേട്ടോ. മഞ്ഞ ഉണ്ട്, ചുമപ്പുണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പലവിധ കളേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അഫീഫിന് എപ്പോഴും ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു അതിർപ്പുള്ള വണ്ടി വാങ്ങിക്കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. ഒപ്പം കൊണ്ടുനടക്കുന്നത് ഒരു പച്ചക്കുതിരയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിന് വലിയ മാറ്റമൊന്നും വരുന്നത് അതേപോലത്തെ ഒരു അതിർപ്പം കാണുമ്പോൾ ഒരു അതിർപ്പം തോന്നണം. ഒരു ആക്റ്റീവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു സാധാരണ ആക്സസിനെ പോലെയോ. ഇത് കറണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിനെ പോലെ തോന്നാതെ എന്ത് ചെയ്യണം? ഒരു വെറൈറ്റി തോന്നണം. അതിനാണ് നമ്മൾ എടുക്ക് വന്നിട്ടുള്ളത്, പാലക്കാട് വന്നിട്ടുള്ളത്. സോ നോക്കുക, ഇയാൾക്കാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ടേ? നിലമ്പൂർ ഫസ്റ്റ് ആവൂല്ലേ നമ്മള്? നിലമ്പൂർ ഫസ്റ്റ് ആവും ഇൻഷാല്ലാ. ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടാവോ? വാ, അപ്പൊ നല്ല കയറി വെക്കാം. സോ ഇവിടെയൊക്കെ പുതിയ വണ്ടികൾ കുറെ നിർത്തിയിട്ടുണ്ടാ. നബീലെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? ഈ വണ്ടിക്ക് പ്രത്യേകം ഉണ്ടല്ലോ, വള്ളത്തിൽ കൊണ്ടാൻ പറ്റുമല്ലോ. തമാശ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ചോപ്പും ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കൂറ്റമ്പാറത്തെ ആസ്തറ്റിക്കിന് അത് നടക്കണില്ല നബീല. കൂറ്റമ്പാറ അങ്ങാടി കൂടെ ആ കളറും കൂടെ പോകാൻ പറ്റില്ല. ഇത് കൊച്ചിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തിനാണ് എടുത്ത് കാണുന്നത്? ഓരോ കളർ ചോയ്സ് ആണ്. അവിടെ ബ്ലാക്ക് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. പൊന്നാനിക്ക് മാച്ചാണ് മുട്ടായി കളർ. സോ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാ. ഓരോ വണ്ടികൾ നമുക്കിവിടെ കാണാം. ഇത് യെല്ലോ കളറ്, ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു ഓഫ് വൈറ്റിൽ വരുന്നുണ്ടോ. ഇത് വീണ്ടും യെല്ലോ. പിന്നെ അച്ചു, ഫസ്റ്റ് ലുക്കിൽ എന്ത് തോന്നുന്നു? കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്നെ വാങ്ങിയപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ പ്രാവശ്യം എടുത്ത് വണ്ടിയിലിട്ടു. ഹാപ്പി അല്ലേ? അപ്പം വണ്ടി ഒരു പുതുമുള്ള വണ്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ, ഒരു പുതുമ ഫീൽ ചെയ്യുന്ന വണ്ടിയാണ് നമ്മളെ വണ്ടി. ഇവിടെയൊക്കെ കമ്പനി SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. എടന്നാലും ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ സ്പേസ് ഉണ്ട്. എത്ര ലാഭത്തില വണ്ടി ഫുള്ള് സൈഡിന് സോളാറിന്റെ വേണം, സൂര്യന്റെ ചൂടുകൊണ്ട് സ്ഥലമുണ്ട്. അപ്പം നീല കളർ എസ് കാണിച്ചു കൊടുക്കുക. വാങ്ങിച്ചാ ഇതാണ് വണ്ടിന്റെ നീല കളർ വരുന്നത് കേട്ടാ. എടാ കൂറ്റമ്പാറ അങ്ങാടിക്ക് മാച്ച് കഴിഞ്ഞിട്ടോ. ഇങ്ങനെ നോക്കുമ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ള നമ്മളെ ഏതാ സ്ഥലം? ഓക്കെ. ഗേൾ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടിട്ട് ഇതേതാ കളറ്? ഇത് പെയിന്റ് അടിച്ചിട്ടുള്ളത്. നല്ല സീൻ ലുക്കാണ് വണ്ടി അല്ലേ? അത്യാവശ്യം വെയിറ്റും ഒക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്, സ്പേസും ഉണ്ട്. കൊണ്ടുപോയൊക്കെ അല്ലേ? ആവാ, നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മളെടുത്ത കളർ ഇവിടെ ഉണ്ട്. ഇത് കൂറ്റന്മാർക്ക് മാച്ചായ ഒരു വണ്ടിയാണ് ഞാൻ എടുത്തേട്ടാ. നോക്കാം, വരാണ്ടോ? ആരാ ഓല് വരാണ്ടാ? ഓക്കെ.
ഓല് വന്നിട്ട് എടുക്കാം. ഓക്കെ, സോ എന്നാ ഓല് വന്നിട്ട് കാണാം. ബാ ബാ ഹർഷിക്ക് അച്ചുക്ക് ഇങ്ങോട്ട് നിൽക്കുന്ന നോക്കി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. സൈക്കോ നിൽക്ക്. ആദ്യം എന്താണ് ഇക്ക കീ? ആ ഓക്കെ. ഓ പോരി പോരി, നമ്മളെ ടീം ശരിക്കും ജിന്റെ ടീമല്ലേ ഇങ്ങോട്ടേക്ക്. ഇതിലെന്താണ് ഇക്ക? സത്യത്തിൽ ഒരു കിറ്റ് ഉണ്ടാവും. ആ ഓക്കെ ആ ഓക്കെ, നോ പ്രോ നോ പ്രോ നോ പ്രോ. വെൽക്കം. ഇനി ഓപ്പൺ ചെയ്യാ. ആ നമ്മൾ ചെക്കന്മാരല്ലോ. അപ്പോൾ ഇത് പേപ്പർ പിടിച്ചോ, ബുക്കും പേപ്പറും. തുറക്കര അച്ഛൻ ഇങ്ങോട്ട് നിൽക്കേ. ഇത് എന്തോ ഒരു ഇത് പറഞ്ഞിനി. ഇത് എന്തോ പ്രത്യേകത അല്ലേ ഇതിന്? മൊയലാളിന്റെ ഒരു കഥയായിട്ട് എന്തോ ബന്ധല്ലേ? ആ റബ്ബറിന്റെ ഇത് കൊണ്ടുപോകുമ്പോൾ ഒരു പലക വെച്ചിട്ടാണ് സെൻട്രൽ സാധനം വയ്ക്കുമ്പോൾ സെൻട്രൽ സാധനം വയ്ക്കുമ്പോൾ അപ്പൊ അതിന് പകരമായിട്ട് സാധാരണ ഒരു പലക വെച്ചിട്ടാണ് ഫുഡ് ട്രസ്റ്റ് വെഡിങ് കൊടുത്തല്ലേ? ഇവിടെ ലഗേജ് വെച്ചിട്ട് നമുക്ക് ഫുഡ് ട്രസ്റ്റ് കാല് വെച്ചിട്ട് പോവാം. ആ മനസ്സിലായി മനസ്സിലായി. ഇതിലിപ്പോ നമ്മൾ എന്തൊക്കെ ആഡ് ഓൺ ചെയ്ത് ആക്സസറീസ് എന്തൊക്കെ വെച്ചിന് നമ്മള്? കണ്ടീഷനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്തത്. ബാക്കി ഇതിൽ കാണുന്നത് വൈസർ വരുന്നുണ്ട്. വൈസർ ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് വെച്ച് പിന്നെ കേജ് വെച്ചു നമ്മള് ഇത് വെച്ചിട്ടുണ്ട്. മനസ്സിലായി. ഫോണിന്റെ പിന്നെ സൈഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. ചാർജറോ? ചാർജർ നമുക്ക് ഈ സൈഡാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ലിവർ ഉണ്ട്. ഓപ്പൺ ആവും. ആ ഓക്കെ ഓക്കെ. ഇതെവിടെ അപ്പം ചാർജർ ഉള്ളിലുണ്ടാവും? അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിടാം. ഓക്കെ പറഞ്ഞോളി. വീഡിയോ കഴിഞ്ഞിട്ട് അല്ല പറഞ്ഞോളി. ഇങ്ങോ പറഞ്ഞോളി. ഒന്നുമില്ല. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ വരും. ജസ്റ്റ് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രേക്കപ്പ് ചെയ്ത് ഓണാക്കാം. റെഡി ടു ഡ്രൈവ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണ്. ആക്സിൽ കൊടുത്താൽ വണ്ടി മൂവാം. 3 റൈഡിങ് മോഡ്സ് വരും. ഈ സൗണ്ട് എങ്ങനെയാ അതിൽ വരുന്നതാ? അതോ നമുക്ക് ഓടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. 3 മോഡ് റൈഡ് റഷ് 3 മോഡ്സ് ഉണ്ട്. നമുക്ക് ടോപ്പ് സ്പീഡ് വരുന്നത് 90 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് മീറ്റർ കൺസോളിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും അറിയാൻ പറ്റും. ചാർജ് എത്രയുണ്ട്, അതിൻ്റെ റേഞ്ച് എത്ര വരുന്നുണ്ട്, ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള മോഡുണ്ട്. ഇതാണ് മീറ്റർ കൺസോളിൽ വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മോഡ് മാറ്റുക ഇവിടെ ആദ്യമേ. അതെ, മോഡ് മാറ്റാൻ തരാം. വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ മോഡ് മാറ്റാൻ പറ്റും. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമുക്ക് റിവേഴ്സ് ഓപ്ഷൻ കൂടി ഉണ്ട്. ഈ പാർക്കിംഗ് സ്വിച്ചിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്തിച്ചാൽ വണ്ടി റിവേഴ്സ് മോഡാണ്. ആക്സിഡന്റ് കൊടുത്താൽ വണ്ടി റിവേഴ്സിൽ കാണും. റിവേഴ്സ് പോകാൻ പറ്റും. റിവേഴ്സ് പോകും. ഇത് ഓഫ് ആക്കാൻ അതിൽ തന്നെ വെക്കാം. അതിൽ തന്നെ 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ റൈഡ് മോഡായി. ഓക്കെ. 43 ലിറ്റേഴ്സിന്റെ സോളിഡ് സ്പേസ് ബാക്കിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലേ? അതെ, നമ്മുടെ സ്കൂട്ടർ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് വരും നമ്മുടെ മോഡലാണ്. പിന്നെ 12 ലിറ്ററിന്റെ സ്പേസ് ഫ്രണ്ടിൽ വരുന്നത്. അത് പ്രസ് ചെയ്താൽ അത് കാണിച്ചാൽ പിന്നെ ഇതിനുള്ളിൽ നമുക്ക് അത്യാവശ്യം മൊബൈൽ ചാർജിങ് ഓപ്ഷൻ, ഫോണൊക്കെ വെച്ച് പോണേ വെക്കാം. പിന്നെ ഫോൺ കൊണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു പോർട്ട് ചാർജിങ് പോർട്ട് ഉണ്ട്. രണ്ടും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഫോണും ചെറിയ സാധനങ്ങളൊക്കെ വെക്കല്ലേ മഴയത്തൊക്കെ? അതെ. ഇതെങ്ങനെയാ ക്ലോസ് ചെയ്യാം?
ജസ്റ്റ് പ്രസ് ചെയ്താൽ ആ അതാണ്. ആ ഓക്കെ. എന്നാ പോയാലോ? അച്ചെടുത്തോ എന്നാ എടുക്കേ. അല്ല ഇങ്ങോട്ട് നിർത്താൽ മതി. എടുത്തോ? ആ കേക്ക്. ആ ഓക്കെ ഓക്കെ. നമുക്ക് രണ്ടാം കൊടുക്കാം. വാ ഒരു കേക്ക് കട്ടിങ് ഉണ്ട് ഗൈസ്. ഹാപ്പി മോട്ടറിങ്. നിങ്ങൾ വരി മുതലാളിമാർ വരി. വരി നിന്നോളി. നിങ്ങളൊക്കെ നിന്നോളി. കുറച്ച് മുന്നിൽ കിട്ടാൽ മതി. ഇനി എല്ലാവരും പോരി. വരി നിന്നോളി. വരി മുറിക്കട്ടെ. താങ്ക് യു. വെൽക്കം. കഴിച്ചു. ഓക്കെ. എന്നാ നബീല് വേണ്ട മധുരല്ലേ? ചോക്ലേറ്റ് എടുത്തോളൂ. ഇതാ ഇതും കൂടി വേണോ? പേരെന്താണ് ഇതിന്റെ കുട്ടീൻ്റെ പേരെന്താണ്? അമ്രിൻ. ആ ഓക്കെ ഓക്കെ. ഓളെ പേരിട്ടുണ്ടേ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ബഹുമാനപ്പെട്ട അർഷിദ് വണ്ടി എടുത്ത് മുന്നോട്ടിറങ്ങുകയാണ്. അർഷിദ് ഇറങ്ങിപ്പോവല്ലേ? തള്ളടാ. കയ്യിൽ പോയി. ആ നല്ലപ്പോ ബിസ്മില്ല പോയിക്കോ. മേ ആ പോണ് മേ മെല്ലെ ഇറക്ക്. ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതേ ഇതാ ഫിക്ക് കറക്റ്റാ. ആ ഫിക്ക് കറക്റ്റ് സാറാ. ഇതിലാ ഹെൽമെറ്റ് നമ്മളുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഉണ്ടാവും. ഇതാ ഫിക്ക്. ആ ഫിക്ക് മാച്ചാട്ടോ. ആ അത് നമുക്ക് വേണമെങ്കിൽ ഊരിടൊക്കെ ചെയ്യടാ. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സാ. ഇതൊക്കെ ഇപ്പാക്ക് തേങ്ങ കൊണ്ടുവരണില്ലൊക്കെ. താഴന്ന് തേങ്ങ, വളം, വളച്ചാക്ക്, റബ്ബർ, ഒട്ടാലൊക്കെ കൊണ്ടുവരണേ. നമ്മളിത് ബാംഗ്ലൂർ ആസ്തറ്റിക് അല്ല, കൂറ്റമ്പാറ ആസ്തറ്റിക്കാണ് ഈ വണ്ടി വാങ്ങിക്കുന്നത്. ആ ബിൽറ്റ് ടു ഹസിൽ. എടാ വൻ ലുക്ക് മാഷാല്ലാ അല്ലേ? അഫിക്ക് കറക്റ്റോ. അഫീഫിനോട് ഇക്കത്ത് ലുക്കോ. കുറച്ച് ഇതിലേറെ നല്ലൊരു സമ്മാനം കിട്ടാല്ല. മുകൊണ്ടൻ വിട്ടാലോ? ആ ഹെൽമെറ്റ് ഞാട്ടിരിക്കണോ എനിക്ക് വീഡിയോക്ക്? ഓ നല്ല ഹെൽമെറ്റ് മാഷാല്ലാ. എടാ ഇതിലൂടെ നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ചാണ്ട് പോയാൽ മതിയാ. ആ നമുക്ക് നമ്മളായിട്ട് കൂടെ പോവാം. ആ പോണ് പറിച്ചോ. എന്തെങ്കിലും ഇറച്ചിയാ നോക്കിട്ടോ. അർച്ചി എന്താ അതിലെ പോണ്? പെരങ്ങട്ടല്ലേ നാട്. അവിടെ പൊറാട്ടയും ബീഫ് പെരങ്ങട്ടല്ലേ. ഓൻ അങ്ങോട്ട് പോയത്. ഓനെ വിളി ഫോട്ടോ എടുക്കാം. വരി. അനിയത്തി ഭയങ്കര ഫാൻ. അപ്പോൾ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ? ഓക്കെ ഓക്കെ കാണാം. ഡ്യൂട്ടിൻ്റെ അടി വന്നാണോ? കാണാം ബ്രോ. താങ്ക് യു ഫോട്ടോ എടുക്കാം. വരി വരി. ലൊക്കേഷനൊക്കെ ഉണ്ടോ? ബബ്ബേ നോക്കി. ഓ
അർഷി എത്തിട്ടോ എന്നാ അച്ഛനോട് കമന്റ് അറിയാൻ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയാണിത്. ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 4 ഇൻഡിക്കേറ്ററാണ് വരുന്നത്. നല്ല കിഡിലൻ അലോയ് ഉണ്ട്. പിന്നെ മുന്നിൽ 2 ലൈറ്റാണ് ഇതിന് വരുന്നത്. ഒന്ന് ഡിമ്മും 2 ടയറുണ്ട്. ഇത് ആക്സിലേറ്റർ, ഇത് റിവേഴ്സ് ഗിയർ വരെ ഇതിനുണ്ട്. പിന്നെ നമുക്കിതിന് എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, ലഗേജ് വെക്കാനുള്ള കാരിയറല്ലേ കാരിയറായി. ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാം. ഇവിടെ ആണെങ്കിൽ കാല് വെക്കാം, ഇവിടെ കാല് വെക്കാം, ഇവിടെ കാല് വെക്കാം. പിന്നെ അതാ 2 മിറർ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ പറഞ്ഞേ? ഒരു പിടിയും ലൂസാണ്. പിന്നെ ഇതിന് കൂടെ നമുക്ക് ഇതിന്റെ തന്നെതായിട്ടുള്ള ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാല് ഒരു കർഷക വീട്ടിലൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. കർഷകൻ വീടോ? കർഷകരായ വീട്ടില്. പിന്നെ കാശ് ഇതിന് നമുക്ക് മീനൊക്കെ തൂക്കാനുള്ള കുളത്തുണ്ട്. പിന്നെ അങ്ങനെ ഇതിന് ചാവി ഉണ്ട് 2 അങ്ങനെയാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നത്. പല കളറിലും വരുന്നുണ്ട്. പിന്നെ നീലുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പറയണതാണ്. റേസ് മോഡ് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. പീമ നെക്കി പിടി ഇനി പോകാൻ. ഈ ഇറക്കത്തുനിന്ന് എന്തിനാ റിവേഴ്സ് ഇട്ട്? ഇതാണ് റിവേഴ്സ്. ബാക്ക് സെൻസറൊക്കെ ഉണ്ട്. മുന്നോട്ടും പോവും. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ഫുള്ള് ക്രാഷ് ഗാർഡ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടിയുടെ പെയിൻറ്റ് പോകില്ല. കണ്ടോ, മുന്നിലൊരു ക്രാഷ് ഗാർഡ്. ഇവിടെ ഇതാ, ഇവിടെയുണ്ട്. ആളുകളുണ്ട്. ബാക്കിൽ വണ്ടി ഉണ്ട് കേട്ടോ. അതൊക്കെ പാടെ വാങ്ങേണ്ടി വരും. പിന്നെ നമുക്കിതിൽ ഒരു ബൂട്ട് സ്പേസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയ. പിന്നെ അതേപോലെ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡൗട്ട് ഇതിൽ ബാറ്ററി ഇപ്പോൾ എവിടെ കിടക്കണം? അത് സമയം എടുക്കും കേട്ടോ, കുറച്ച് പണിയും ടൈമിലെന്തോ. സംഭവം ശരിയാണ്, തുറക്കാൻ തരം പഠിച്ചിട്ടില്ല. ഇവിടെ ഒരു ഓട്ടുണ്ട്. സ്റ്റിക്കർ പറിച്ച് മണ്ട. ബുദ്ധി അറിവും വേണം. അത് തുറന്നില്ല. എടാ ഇത് മാഗ്നറ്റ് ഉണ്ട്, ഒട്ടി പിടിച്ചു ഇല്ലല്ലേ? സെൽഫി വീഡിയോ ഇത് ഇങ്ങോട്ടാക്ക്. അതിനാ സെൽഫി വീഡിയോ ഒക്കെ എൻ്റെ മോന്ത കാണാൻ. അല്ല ഇതാകണോ ടച്ച് അല്ല ഓട്ടാ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇതിൽ ഇത്ര വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേ കമ്പനിക്കാർ തരുന്നതാണ്. ഇത് ഐഫോണിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഐഫോണിന്റെ ഫോണാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഐഫോണിന്റെ ഫോണാണ് ഇതിൽ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതില് മാപ്പ് കിട്ടും, വാട്സപ്പ് കിട്ടും, യൂട്യൂബ് കിട്ടും, എല്ലാം ഇതിലുണ്ട്. വേണം വീഡിയോ എടുക്കാൻ ക്യാമറ ഉണ്ട്, ഹൈ ക്വാളിറ്റി. കാര്യം എന്താ വണ്ടി ഓണാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ 1 മണിക്കൂറിന്റെ വ്ളോഗ് നമ്മൾ 2 മണിക്കൂർ ആക്കാനാണ് നമ്മളെ പ്ലാന്. പിന്നെന്താ വെച്ചാല് ഇനിയിപ്പോ നമ്മള് ഇവിടുന്നൊരു ലോങ് യാത്ര പോവാണ്. പാലക്കാടുന്ന് കൂറ്റമ്പാറ എത്തുന്ന വരെ അൺലിമിറ്റഡ് വീഡിയോ. അതോടുകൂടി നിങ്ങൾക്ക് വ്ളോഗ് വെറുത്ത് എല്ലാരും അൺസബ്സ്ക്രൈബ് ചെയ്ത്. ഫ്ലാഗ് ഓഫ് ഉണ്ടേ, നമ്മൾ റൈഡ് പോവല്ലേ? അതുണ്ട് അവിടെ അല്ലേ? ഫ്ലാഗ് ഇങ്ങനെ വീശണ്ടേ? എടാ മതി, വെയിലുണ്ട്. ഞാൻ കുറച്ച് അങ്ങോട്ട് നിന്നാലോ? വെയിലുണ്ട് കൊണ്ട് വാ. അതിന്റെ ബാക്കിൽ ഒരു പരിപാടി ഉണ്ട്. ബാക്കിൽ ഇതിന്റെ സർവീസ് സെന്റർ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങോട്ട് എടാ അങ്ങോട്ട് വണ്ടി കൊണ്ടുവരേ. നമ്മളുണ്ടായിക്കോളെ. എടാ മതി ഇതിമ കളിച്ചേന്ന്, കാക്ക കൊണ്ടോട്ടേന്ന്. അത് കൊടുക്ക്. ചെറിയ എന്ത് അപ്പൊ നമ്മളെ വണ്ടി ചാർജ് ചെയ്യേണ്ടി വരും. എന്താണ് ടോണി ഒരു ബാഡ് വൈബ്? നമ്മുടെ ടെറിട്ടറിയിൽ ആരെങ്കിലും കയറി കളിച്ചോ? സുഹൃത്തുക്കളെ, നമ്മൾ ടോണിൻ്റെ ടെറിട്ടറിയിൽ എത്തിക്കുന്നുണ്ടോ? ഏതോ ബാഡ് വൈബ് അടിച്ചിട്ട് ആരെയോ സ്കെച്ചിട്ട് പോവാണ് ബോസ്.
നമ്മൾ പറഞ്ഞത് മൈൻഡ് ആക്കല്ലോ കേട്ടോ. ബോസിൻ്റെ ജീവിതമൊക്കെ ക്വാർട്ടേഴ്സിലാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയുമായി അപ്പോൾ നമ്മളെ ഷോറൂമിൽ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായിന്. കാരണം ഓരോരാളതിന് ഷോറൂമിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് അതിന് നമ്മളെ കൂടെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തിക്കണം. അപ്പോൾ പെരിന്തൽമണ്ണ നമ്മളൊരു ഷോറൂമിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇപ്പോൾ തൽക്കാലം വണ്ടി കുത്തി വെച്ചേക്കാണ്. കാരണം ഓൾറെഡി 90 കിലോമീറ്ററിൻ്റെ മേലെ വണ്ടി ഓടി. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചാർജ് ചെയ്തിരിക്കുകയാണ്. എത്ര പെർസെൻറ്റേജ് ആയി? 59 കിലോമീറ്റർ റൈഡിൽ ഓടിക്കാം. 59 കിലോമീറ്റർ ഓടിക്കാം. എക്കോലാണെങ്കിലോ 74. 74 പേരെ എത്തൂലേ? കൂളായിട്ട് എത്തുമല്ലോ. നബീലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ചാർജ് ചെയ്യാം. അല്ല സ്പോർട്ടിന് 4 മോഡുണ്ടോ? 3 മോഡ്. റഷ് കുറച്ച് സ്പീഡ് പോകാൻ. ഓക്കെ ഓക്കെ ഓക്കെ. സോ വണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10 കൂടി നോട്ടല്ലേ ഹർഷേ? ജസ്റ്റ് കാണിച്ചു കൊടുത്തു നോക്കി. ഇനി ഇത് നമ്മൾ വാഷ് ചെയ്ത് റെഡിയാക്കണം. മഴക്കാലമായതുകൊണ്ട് ഇന്ന് വാഷ് ചെയ്യണം. സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഫുൾ ചളി പിടിച്ചു. അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താണ്. നമുക്ക് പോയിട്ട് കാണാം അല്ലേ? എന്തായാലും കേക്കൊക്കെ വേണ്ടി വരില്ലേ നമുക്ക്? അവിടെ എത്തുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്തിട്ട് വരെ കേട്ടാ. ഇതാണ് നമ്മളെ കൂട്ടത്തിലെ ഒറ്റ ബുദ്ധികൾ കേട്ടോ. എന്താണ് ഏതാണെന്നൊന്നുമില്ല. ഒരു അടഞ്ഞ് കിടന്നൊരു ബിൽഡിങ് കണ്ടു. അതിൻ്റെ ഏറ്റവും നെറവ് പോയി എന്ത് ചെയ്യും, ഒന്ന് കറങ്ങിയാണ്ട് എന്തെങ്കിലും ഒരു റീലെടുത്താണ്ട് സാഡ് BGM ഒക്കെ കുത്തി കയറ്റി എന്നിട്ട് ബാക്കിയുള്ള പെൺകുട്ടികളെ കിക്കാ എന്ത് പറ്റിയെന്ന് വെച്ച് ബെൽക്ക് മെസ്സേജ് അയക്കും. അതിനെക്കൊണ്ട് ബെൽക്ക് കാര്യമല്ല, ബല ബാഡ് വൈപ്പിന് വേണ്ടി ഉണ്ടാക്കി. സീം ഫ്രെയിം കേട്ടോ, ഒന്നും പറയാല്ലാത്ത ഫ്രെയിമിലാണ് നിൽക്കണം ഞങ്ങൾ. അർഷിനോടെ ഞാൻ ആ ഒരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ അവിടെ പോയി എയർ ഡ്രോപ്പ് ചെയ്ത് നോക്കട്ടെ. അതിലേറെ വലിയ മടിയാൻ നിക്കണ നെറൂലാട്ടോ. ആ നബീലിനൊന്ന് നോക്കിട്ടോ, അതിൽ 2 പട്ടികൾ വന്നിനി. ഇങ്ങളല്ല, വേറെ പട്ടികൾ അവിടെ ആദ്യം ഉണ്ടായിനി. ഓ നബലിക്കോ എവിടെ? ഓ വ്യൂ കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സ്റ്റെക്കാട്ടോ. സൺസെറ്റ് മൂഡ് പിടിച്ചു. ടോപ്പ് വ്യൂ. വണ്ടി ഏകദേശം ചാർജ് ആയിട്ടാ. എടുക്കണ്ട. അപ്പം വണ്ടി ഏകദേശം ഫുൾ ചാർജ് ആയി. അപ്പോൾ റൈഡർ കില്ലേഴ്സിൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കില്ലർ വെർഷേ ആ ടീമിൻ്റെ അടുത്താണ് വണ്ടി ഏൽപ്പിക്കണത്. അതാ അവാർഡ് ഏറ്റുവാങ്ങി നബീൽ അവറുകൾ പോവാണ് കേട്ടോ. എല്ലാം നടക്കോ? എക്കോലിട്ടല്ലേ? അല്ലടാ, ഞങ്ങൾക്ക് സൂപ്പർ ഫാസ്റ്റിലിടാ, നിലമ്പൂരെത്താം. എന്നാ പോവല്ലേ? നല്ല രസം കേട്ടോ. എന്നാ പോവല്ലേ? ഹൈക്കോസിൻ്റെ അടുത്ത് കിടക്കുക. പോവാ, നമുക്ക് വിടല്ലേ? ഒട്ടിക്കാം. ശരി ഇക്ക, ഞങ്ങൾ പോയി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും കാണാം. പോവാ. അപ്പം അർഷിത ഹെൽമെറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എടാ നബീലേ, ഇതിലെ വട്ടം വിട്ട പെരയൊക്കെ എത്തൂല കേട്ടോ. അപ്പൊ നബീലും നോക്കട്ടെ, നിയാലും കൂടിയാണ് പോണേട്ടാ. നോട്ടെ നബീല നോക്കട്ടെ. എന്നാ പോയിക്കോളി. നോക്കി നോക്കാം. എന്നാ പോവാ, വണ്ടി ഇരിക്കും.
പോവല്ലേ അച്ചോ? പോവല്ലേ? പോവല്ലേ? അപ്പൊ ഇതാ പെരിന്തൽമണ്ണയുടെ തെരുവ് വീതികളെ സാക്ഷിയാക്കി സാക്ഷാൽ നിഹാലിക്കയും നബീലിക്കുവും നടത്തുന്ന ജൈത്രയാത്ര ഒറ്റക്കുള്ള സ്കൂട്ടി റൈഡ് ഇതാ ഇവിടെ ആരംഭിക്കുന്നു. അന്തപ്പെട്ട നബീല അന്തഗമ്യായി വണ്ടിന്റെ മൂട്ടിലൊന്ന് ഇപ്പൊ കുത്തുട്ടോ. ആ കെട്ടിപ്പിടിച്ചിരിക്കണേ നിയാല്. കെട്ടിപ്പിടിച്ച് പോരുന്നുണ്ട് രണ്ടാളും. വണ്ടി പോയി കുത്തല്ലേ, വണ്ടി കുത്തല്ലോ മതി. അപ്പൊ ഇതാ പെരിന്തൽമണ്ണ കൂടെ പോരുമ്പോ നമ്മളിത് കണ്ടിട്ടോ. മാഷാല്ലാ മാഷാല്ലാ, ലൈറ്റൊക്കെ കത്തിച്ച് താരത്തിളക്കത്തിൽ നിൽക്കുന്നുണ്ടോ എൻ്റെ ഫോട്ടോ. ഓപ്റ്റോമെട്രി പഠനത്തിന് മികച്ചത് അപ്ഡേറ്റ് തന്നെ. അങ്ങാടി തന്നെ ഒരു ഫോട്ടോ വെച്ചു. ചെക്കന്മാരതാ പോകണ്ടോ. വൺ റോഡ് പ്രസൻസ് ആണോന്നുണ്ടോ? ചെറുക്കന്മാരെല്ലാരും നോക്കണ്ട്. എങ്ങനെയുണ്ട്? ഇത് നോക്കട്ടെ അച്ചോ. എന്ത് കാണൂലേ? സ്നാപ്ചാറ്റോ? ഇടല്ലേ പറയ്. സർപ്രൈസ് ആറിന് പോവാണേ. എടാ ചെങ്ങായിമാരെ ഇട്ടിക്കണോ? ഇല്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, അഫീഫിന്റെ വണ്ടി ആകെ ചളിയിട്ടുണ്ടോ? അപ്പം അഫീഫ് ഇതിമ്മ പോണതാണ് എനിക്ക് കണ്ടേ. ഓ കൊട്ടച്ചാത് പോയ അഫീഫ് പോകും. ഈ കൊട്ട എങ്ങനെ റിമൂവ് ചെയ്യാം? അഫീഫ് ചോദിച്ചില്ലേ നബീലെ? അങ്ങനെ അയച്ചാൽ പറ്റുമോ? സിമ്പിളാണ്, സിമ്പിൾ. അർഷേ ഏകദേശം റെഡി അല്ലേ ഫ്രണ്ടൊക്കെ? എന്താ കരണ്ട് വണ്ടി കഴിക്കല്ലേ? അന്തം കമ്മിയാണ് കേട്ടോ. ഇങ്ങോട്ടടി ഇങ്ങോട്ടടി ഈ സൈഡ് അടി. ഇത് ഇത് അടുക്കള ഭാഗത്ത് കൂടെ പെരൻ്റെ ഉള്ളിൽ കയറ്റിൽ നിങ്ങളെ പണിയാണ് കേട്ടോ. അതിപ്പോ അങ്ങനെ നോട്ടെ, ആ വീഡിയോ ഒന്നും കഴിയണ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് കഴിഞ്ഞു. ഇനി നിങ്ങളിത് കൊണ്ടുവന്നേ അടുക്കള ഭാഗത്ത് കൂടെ ഫസ്റ്റ് ആദ്യം ഞാൻ പോയി സിറ്റുവേഷൻ നോക്കട്ടെ, എന്നിട്ട് മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ അടുക്കള ഭാഗത്ത് കൂടെ അടുക്കളൻ്റെ അതിലെ വണ്ടി കയറ്റണം. മനസ്സിലായോ? അവിടെ ടൈലുണ്ടോ? ഒന്ന് കുറച്ച് കഷ്ടപ്പെടുന്നാലും ആ ആദ്യം അടുക്കളയിൽ നിർത്തിയാൽ മതി. ഇവിടെ എന്താ അവസ്ഥ? പോരെ ഒന്ന് അടിച്ചെടുത്താ. ഇവിടെ നോക്കട്ടെ, ബാക്കൊന്ന് നോക്കട്ടെ. ഇവിടെ ആ അർഷ ഇവിടെ അടിച്ചു. ഉണ്ടല്ലോ ഹൃദയം വള്ളിയായി പോയി. ഹൃദയം സെമി ബീറ്റിലടിച്ചു. എന്നാ ഫാൻ്റെ വണ്ടി കൂടെ കേൾക്കുന്നുണ്ട്. ഓ വീഡിയോ കോൾ പഠിച്ചോരെ. എന്നാ പോവല്ലേ? വണ്ടികളായിട്ട് പോവട്ടോ. പോവല്ലേ? വീല് എടുത്താ ഞങ്ങൾ പോയിപ്പാ. എനിക്ക് രാജറാണിക്ക് പോണം. കൊച്ചി
വർക്കുണ്ട്. ഞാൻ പോയിട്ടോ മന്ന, ബൈ. ഞാൻ പോയിട്ടോ മലിഹ. കുത്തിയില്ല. മേലെ പോയിക്കോ. വരുമ്പോ പക്ക എക്സ്പ്രഷൻ പോരും. പൊക്കട്ടെ. അടിയുന്ന മേലെ പൊക്കാൻ. ഓക്കെ, ഇവൻ്റെ ഓരോരോ കുസൃതികൾ. കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടി അടിയുന്ന മേലെ കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സേഫ് അല്ലേ? അല്ല, അത് വേറെ പുതപ്പ് ഇവിടെ പിടിച്ച എന്നിട്ട് ഓൻ്റെ ഒപ്പം ഇങ്ങനെ ശരി. ലേറ്റ് വരും. ലേറ്റാ കയറ്റിയെടുത്തു. ഇത് ഉള്ളിൽ വെള്ളമായിരുന്നല്ലേ? കിട്ടൂല. അതൊക്കെ എപ്പോഴാണ് പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. 4 ഭാഗത്തുനിന്ന് ക്യാമറ വേണ്ടി വരും. അവിടുന്ന് അപ്പോൾ ഡൗട്ട് പറ്റുമോ? അവിടെ നോക്കാണോ? അതല്ല ഷൂട്ട് പറഞ്ഞാലേ ഓൻ ഇവിടെ തിരിങ്ങട്ടെ നോക്കുക. ഒരാൾ ഇവിടെ വ്ളോഗ് മാത്രം ഉണ്ടായാൽ മതി. ആണോ? വിളിച്ചോണ്ടല്ലേ? എന്നാ അങ്ങനെ എടുക്കല്ലേ? എന്ത് കാണണം എടുക്കാം. ഹെൽമെറ്റ് ഇട്ടിട്ട് സർപ്രൈസിങ് സ്റ്റാർ. ആശയുടെ പോയാലും എന്താ പറയാ,
നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. അല്ല ഞാൻ ദീക്ക് നോക്കി പറയാം. അത് കട്ട് ചെയ്യണം. അപ്പോൾ അഫിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓനൊരു കിടിലൻ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അഫിയുടെ മേലെ കിടന്നുറങ്ങാണ്. വിളിച്ചോണ്ടിരാ. അഫിയെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കുറച്ച് സമ്മാനം വന്നിക്കണേ. വാതിലടക്കുന്നോ? ഇങ്ങോട്ട് വന്നാജി. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഒന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ലൈറ്റ് ഓഫ് ആക്കാം. ഇങ്ങോട്ട് വാ. ഇപ്പൊ ഓഫ് ആക്കപ്പോ അതിലടക്കം. ഇങ്ങോട്ട് വാ. വാ വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഒന്ന് നീച്ചാജി ഒന്ന് നാടകം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ബ്ലോഗാണേ. ഇങ്ങോട്ട് വാ. നീച്ച്. ഷർട്ട് ഉണ്ടോ? ബാത്റൂമിൽ വെക്കുമ്പോ ചോദിക്കും ഷർട്ട് ഉണ്ടോ? വാ. ഷർട്ട് ഉണ്ടോ? വാ. വേണ്ട. ഇതോ ഇതിട്ടോ നേടി. അടിയിലൊരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. വാ. ആ ഫോണ് വലിക്കാം. പാലക്കാട് പരിപാടി ട്രെയിനിൽ എങ്ങനെയുണ്ട് മോനെ വലിയ വണ്ടി? ഇഷ്ടപ്പെട്ടോ? കമ്മറ്റിന്റെ പ്ലാൻ അടിപൊളിയായി. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടാ? വണ്ടിയെ കുറിച്ച് 2 വാക്ക് പറയൂ. എങ്ങനെ ഊർത്തി കൂടെ ഓട്ടുക അങ്ങ് പുറത്തേക്ക് ഇറക്കി അത് കുത്തി ഇറക്കിക്കൂടെ? എനിക്ക് ട്രെയിൻ ഉണ്ടോ? ട്രെയിനായിട്ടാ പോണേ. ഞാൻ കൊച്ചി പോവാ. ഓട്ടിയൊക്കെ എടുത്തോക്ക്. എങ്ങനെ എടുത്തോ? ഇറക്കി കൊടുക്കുന്നു. വണ്ടി ഓടിക്കണം. ഇതെന്താണ്? കേട്ടോ തേങ്ങ കൊണ്ടുവരും. എനിക്ക് മീൻ കൊണ്ടുവരാനൊക്കെ നെക്കിപ്പിടി. റിവേഴ്സാണ് ഇപ്പൊ. റിവേഴ്സാ പോട്ടെ.
അങ്ങോട്ട് പവറില് തട്ടൂല അതിന് നല്ല ക്ലിയറൻസ് ഉണ്ട്. അടഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ ഇറക്കിയല്ലോ മെല്ലെ. ഇനി ഓഫാക്കിട്ട് ഇറക്കിക്കോ. ഓനെ ഇറക്കുമ്പോ മുന്നിൽ കിട്ടാൻ പറ്റുമോ? ബ്രേക്ക് വാങ്ങിയത് അത്രേ ഉള്ളൂ. അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകും. അടി 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 ഇല്ലല്ല തട്ടൂല. പോട്ടെ പോട്ടെ. എങ്ങനെ തട്ട? SUV ആണത്, സ്കൂട്ടർ SUV. ഇങ്ങനെ എത്ര ഇതുണ്ടാവണ്? അത് മൂത്ത വലിയൊരു വണ്ടി. പട്ടി വരണം അപ്പൊ സെറ്റോ. പട്ടി എടുക്കണ്ട. എടുത്തു വെച്ചപ്പോ ഇത്ര പണിയില്ലല്ലോ. പക്ഷെ പൊക്കിച്ചാ ചിരിയൊന്നും വരുന്നില്ല. ചിരിക്ക് എക്സ്പ്രഷൻ കിട്ടില്ല. ആ റെഡ് ടാറ്റിക്ക് കാവിണ്ട്. ബ്രേക്ക് കൂടി സൈക്കോ. അത് ശരി. ആളാ ഉള്ളിലൊക്കെ പറ്റൂലേ? കൊട്ടയൊക്കെ വെച്ച പിന്നെ എടുക്കാനില്ല. അതെ ലോക്കാവോ? റിഫ്ലക്സ് ഉണ്ടാവൂലേ? എന്റെ വണ്ടിയടാ അങ്ങോട്ട്. ഇപ്പൊ വേറെ ഏതോ മൂട്ടിലോട്ടോ നീ വിളിച്ചതേ. പുറത്തിറങ്ങിട്ട് എങ്ങോട്ട് പോവാന്നൊക്കെ. ഓ മോനെ പാണേ വണ്ടി ഉണ്ട് കേട്ടോ. സി വണ്ടി. പിന്നെ എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്? മോനെ ഇതൊന്ന് ചെരുപ്പം തരുമോ? കുറച്ച് വലുപ്പുണ്ട്, വലുപ്പുണ്ട്, കനുണ്ട്, വെയിറ്റും ഉണ്ട്. ശ്രദ്ധിച്ചു വേണം. ആരോടാണ്? ചിലപ്പോ കിട്ടിക്കാണൂലേ വരൂലേ? പോയില്ലേ? അതാണ് പോക്കുള്ളത്. അടുത്ത് വന്നാ പിന്നെ കണ്ടോ? മോനിയാണോ? കണ്ടായോ മൈക്ക? വണ്ടി സി സെറ്റപ്പ്. ഇതിന് ഇനി എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടല്ലോ. സൂപ്പർ വണ്ടി. പിന്നെ ഞാൻ കൊണ്ടുനടക്കാത്ത ഏതെങ്കിലും വണ്ടി ഉണ്ടോ അവിടെ? ആയിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇവിടെ വേറെ ആരും ഇല്ലേ? ഉമ്മച്ചിയൊന്നുമില്ല. എവിടെ? ഉമ്മച്ചിക്കൊക്കെ കാണിച്ചു കൊടുക്കണം. ഉമ്മച്ചിക്കൊക്കെ എവിടെ? ഉമ്മച്ചിക്ക് ജിമ്മിന് പോയി. ഓൾക്ക് ഇനി കാണിച്ചു കൊടുത്താൽ സർപ്രൈസ് ആക്ക്. ഇമ്മച്ചിക്കാണ് ഈ വണ്ടിയാണ് വാകെ. എന്നാ ഉള്ളിൽ തന്നെ കയറ്റിയാണ്ട് ഈ റൂമിൽ കയറ്റി വെച്ചാലും എന്നിട്ട് നാളെ ഇറക്കിയാൽ മതി. ഇന്നപ്പോ ഉള്ളിൽ അതിന് കുറെ കമ്പിന്റെ പിടിച്ചാനേ സൈഡിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്ത് വെച്ചിരുന്നത് അഫീഫിൻ്റെ സർപ്രൈസിൽ നിന്നായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മീറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. കോഴിക്കോട് പോയി, പാലക്കാട് പോയി, കൊച്ചി പോയി, ഈ 3-4 സ്ഥലത്തും പോയിട്ട് തിരിച്ചെത്തി. അപ്പം എന്ത്
എന്തേ ഇതിനിക്ക് എന്താ തിന്നണേ? ഓ ഞാൻ പണ്ട് സ്കൂളിലുണ്ടല്ലോ അതിന്റെ കെട്ട് വാങ്ങും 100 റുപ്യക്ക്. 100 ഉണ്ടാവും ഒരു കെട്ടില്. പൈസ ഇപ്പൊ ചിന്ന പോക്കുന്ന നേരത്തിന് ചോക്കി ചോക്കി. ഇപ്പോഴോ 2 റുപ്യ ഉറപ്പേനി. പക്ഷെ അന്ന് ഇത്ര വലുതല്ലല്ലോ. 2 റുപ്യക്ക്. ദുബായ് ചോക്കി ചോക്കിയോ? ദുബായിലുണ്ടോ? ദുബായിൽ നമ്മൾ ഈച്ചു വാങ്ങിയതാ മതി. ഇത് വേറെ മോനെ, നാട്ടിലത്തെ അല്ല. ചോക്കോ കാഷ്യോ രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? വോട്ട് ചെയ്തിനോ കഴിഞ്ഞ ഇലക്ഷനില്? എന്തേ എന്താ 18 വയസ്സായിട്ടില്ല. അഫീഫ് അങ്ങനെ ടീച്ചറെ എവിടുന്നാണ് വിളി വരുന്നത്? പടച്ചവനെ ഇത് ആരൊക്കെയാണ്? അസ്സലാമു അലൈക്കും. അല്ലാ എന്താ പറ്റി? വേണ്ട, എല്ലാ കുട്ടികളോട് എല്ലാവരും ചോദിച്ചു. പല്ലെങ്ങനെ പോയി? മുട്ടായിന്നോ? മുട്ടായി എന്നാണ് പോയതാ? 4 മുട്ടായി കൂടി തരാം, ബാക്കിയുള്ള കൂടി പോട്ടെ. എന്താണ് പേര്? ലാത്തിഫ്. ഇജി യൂസുഫാക്കാന്റെ ഫൈസലാക്കാന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. കൊടയൊക്കെ കയ്യിൽ വെച്ച ഇപ്പൊ ഇവിടുന്നുള്ള സ്കൂള് ട്യൂഷനോ? യാ ഹൗല വല. ആകെന്റെ മൈക്ക് 10 വെച്ച അത്ര ഉള്ളു അല്ലേ? എന്തിന്റെ ട്യൂഷനാണ് പോയത്? എന്തിനാണ് ട്യൂഷൻ? അതുകൊണ്ടാണ് എന്റെ ചിറിന്റെ സ്വിച്ച് ഓഫ്. മുട്ടായിയാണോ? മുട്ടായി ഇങ്ങനെ ഇങ്ങോട്ട് പോന്നെ? വെറുതെ പോന്നാ ചിറിച്ചെന്നോ? ചിറിയാണ് നമ്മളെ ആയുധം. ചിറിയിലെ ആൾക്കാരെ മയക്കണം. ഒരു മുട്ടായി എടുത്താ ഫിയെ ചോക്കി ചോക്കി എടുത്താ അവിടുന്ന്. അത് ഉള്ളിക്കൊക്കെ കള്ള. ഇത് ഇപ്പൊ മൂത്തോന്. അപ്പൊ സുഹൃത്തുക്കളെ ബാ, ഇതിനാണ് നമ്മളെ കൂടെ ഏകദേശം സെറ്റായിട്ടാ. കാക്ക ഇതാ അങ്ങോട്ട് പോടിപ്പോയിനിയോ? എങ്ങനെ കയറിട്ട് പോയതാ? കെട്ട് വിട്ടു പോയോ? ഇത് പോണണ്ട്, ഒന്നായിട്ട് പോണണ്ട്. നമ്മളതാ? ഓക്കെ. നിങ്ങളെവിടെ സ്ഥലപ്പോ? ഇവിടെ ഉടുമ്പ പോയിട്ടോ? അവിടെ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുത്തുവോ? പാവ? ഇതങ്ങ പാവല്ല തോന്നുന്നുണ്ടോ? ഇതേ ഇത് ഇന്നലെ ഓടിനി പറഞ്ഞു. ഇന്നലല്ല, ഇന്നോടി. ഇന്നോടിയോ? പാവങ്ങളല്ലേ? പാവണല്ലേ? ഒന്നും ചെയ്യില്ല. എഴുതോ? ഇത് പാവണം. പേടിയാണോ അങ്ങനെ? പേടിയില്ല മനസ്സ് നമ്മൾ ഇതിനെത്ര വയസ്സായി? ഇതിപ്പോ 2 വയസ്സ്. 2 വയസ്സായിട്ടുള്ളൂ. എന്തൊക്കെ തിന്നും? അത് വൈക്കോല്, പിന്നെ പച്ചപ്പുല്ലാണ് തോന്നി തിന്നുന്നത്. ചക്ക, ചക്കന്നൂല്ലേ? പച്ചക്കറികള്. അവിടെ ഇങ്ങോട്ട് കയറൊട്ടി പാഞ്ഞതാ? കയർ അവിടുന്ന് വെട്ടി ആടിയതാ. 2 ഓട്ടോറിക്ഷന്റെ അടി കൂടി കണ്ട് പാഞ്ഞിങ്ങനെ പോണ്. അതെ, വല്ല അപകടം ഉണ്ടായാലേ അതാണ് വിഷയം. എന്നിട്ട് എങ്ങനെ നിങ്ങളെ കാണുമ്പോ നിക്കുവോ? അല്ല, ഞാന് സ്കൂട്ടിയിൽ എളുപ്പം മുന്നിൽ ചാടി. അപ്പൊ ഇവര് പുല്ല് കണ്ടിട്ട് അവിടെ പുല്ലുണ്ടോ സൈഡാവും. ഇവിടെ നിൽക്കുവായിരുന്നു. ഓടും വരുമാ ചാടും വരുമാ പുല്ല് കണ്ടാൽ നിൽക്കും വരുമാ. പാവങ്ങള് എങ്ങടാ പോയിന്? അപ്പൊ കൂടെ റെഡി ആയിട്ടോ അഫിയെ. അപ്പം ഈ വണ്ടി കാണാൻ ഇവിടെ ഇപ്പച്ചി ഇമ്മച്ചി മാത്രം ബാക്കിയുള്ളൂ. അപ്പം വണ്ടി കാണിച്ചു കൊടുക്കുക. കൊണ്ടുവന്നു വാ. നീ ചീത്ത മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. വീണ്ടും വീണ്ടും വണ്ടി വാങ്ങണേന്. ഇങ്ങോട്ട് ഇങ്ങനെ ഉന്തി കൊടുന്നടാ. ഓല മുഖത്തേക്ക് വെച്ചാട്ടോ. ഓല മുഖത്തേക്ക് ഇങ്ങനെ വെച്ചാൽ കഴിഞ്ഞിട്ടോ ഉന്തി കൊണ്ടുവരുമ്പോ
ആ സെറൂൻ്റെ അഞ്ചിനെ വിടറാ എങ്ങോട്ട് സൗദിനെ കൊടുക്കോ ഓക്കെ ഹാപ്പി യു ഗൈസ് ഗുഡ് ബഹുമാനപ്പെട്ട അഫീഫ് അന്തങ്ങമ്മയെ വണ്ടി എടുക്കണ്ടോ ആ ഓ എങ്ങനെയുണ്ട് മുട്ടായി ഇഷ്ടപ്പെട്ടോ മുട്ടായി ഇനി ഫുള്ള് തിന്നോണ്ടിട്ടോ ബാക്കിയുള്ള പല്ലും കൂടി ഞാൻ ചാടി പോട്ടെ എന്താണ് ഈ പ്രായത്തിലൊക്കെ ഒന്നാം ക്ലാസ്സിന് വേലി അടക്കാൻ നടക്കണേ. ആ എങ്ങനെയുണ്ട് വണ്ടി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി എന്ത് നോക്കണം അങ്ങോട്ട് ഒന്ന് നോക്കേ ഇവിടെ ലേറ്റ് ഇല്ല അങ്ങോട്ട് വരി ഇങ്ങോട്ട് പേരിയേ സംസൊക്കെ എങ്ങനെയുണ്ട് വണ്ടി ഇത് കറണ്ട് വണ്ടി ഇത് 18 തികഞ്ഞ അഫീഫിന് അടിയാണ്. 18 തികഞ്ഞ അഫീഫ് അതന്നെ ഓട്ടുക, ഇന്ത്യതൊക്കെ കൊണ്ടുപോവുക. വണ്ടി എങ്ങനെയുണ്ട് വണ്ടി സ്മൂത്ത് സൂപ്പർ വണ്ടിയാ. സ്മൂത്ത് പറഞ്ഞാൽ അമ്മ സ്മൂത്ത്. ഞാൻ ഊട്ടി വന്ന ഊരിയോ ദൂരിയോ ദൂരി നഫി റിമൂവ് ചെയ്ത് നോക്ക്. ആ ലൈറ്റ് കത്തുണ്ട്. അതല്ല ഫുൾ ഓൺ ആവാണ്ട് ഇതിന്റെ ഇതിപ്പോ മറ്റേ മാത്രം ഓൺ ആയിട്ടുള്ളൂ. ആ വൈഡ് എടുത്തോ. കറണ്ട് വണ്ടിയാണേ. ആ അത്യാവശ്യം കിട്ടും. 100-120 കിലോമീറ്ററോ അത് മതി. ലോക്കൽ ഓട്ടത്തിനെ മതി. ദൂരിയോ കഫി അല്ലേ ഇത് നമ്മള് തോട്ടത്തിനൊക്കെ പോരുമ്പല്ലേ അടക്ക അങ്ങനത്തെ തേങ്ങയൊക്കെ അല്ലേ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കരുതിയിട്ട് ചവിട്ടലല്ലേ. അങ്ങനെ ചവിട്ടേണ്ട ആവശ്യമില്ല. അടക്കി സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് ഇവിടെ ചവിട്ടാ. മനസ്സിലായോ? ഇവിടെ ചവിട്ടാ. അല്ലല്ല കാല് നല്ല നീളല്ലോലും വേണം അടക്കൊണ്ടരാ പോകോ അഫീഫോ. അല്ലാതെ എനിക്ക് പറ്റൂല. പണി നമുക്ക് നമ്മളെ പോകേണ്ടി വരും അടക്കൊണ്ടരാ. അതഞ്ച് ഓട്ടിയൊക്കെ പോവാ. വണ്ടി ഇഷ്ടപ്പെട്ടോ? ഓക്കെ ബൈ. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാ. ബ്രേക്ക് പിടിച്ചാ ബ്രേക്ക് കുട്ടികളൊന്നും പറ്റലില്ലല്ലോ. അതൊക്കെ വെച്ചിട്ട് പോകാൻ ഇത്ര കുഞ്ഞു വണ്ടിക്ക് ഇതെങ്ങനെ ഊരി അഫിയ അത് പോലും ചെയ്യാ ഊരി കയ്യിലൊക്കെ അവിടെ ഇവിടെ ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയോ? ഇത് വരുന്നുള്ളൂ നമ്മളവിടെ. പക്ഷെ ഈ 117 കിലോമീറ്റർ എന്താ ഇനി ഓടാൻ പറ്റിയതാ? നമ്മൾ ഇതുവരെ ഓടിയത് 117 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. പിന്നെ ആ ഫോറസ്റ്റ് സ്റ്റിക്കർ ഉണ്ടല്ലേ? ഹെൽമെറ്റ് ഇട്ടോക്കി. വളരെ സ്മൂത്ത് വണ്ടിയാണ്. റിവർ ഇൻഡി ഓട്ടിക്കോളി. ഓണായ ഉള്ളിക്ക് വിട്ടരുതേ. പിന്നെ പുറത്തേക്ക് കാലാക്കാൻ പറ്റില്ല. ആ ഗ്രില്ല് ഊരിയിട്ട് വേണം ഉള്ളിലേക്ക് ഇതാക്കാൻ. ഇലക്ട്രിക് ആണേ. കുറച്ച് പവർ ഉണ്ടാവേ. ആ കൊട്ടെടുത്തിടണം. അപ്പൊ സുഖമായിട്ട് കാല് വെക്കാം. ആ ഇങ്ങനെ പുറത്തേക്ക് വരൂല. ആണേ കൊണ്ട് പോകുമ്പോ അങ്ങോട്ട് പോണീനാണ്. അത് ചാക്ക് വെക്കാനാ. ചാക്ക് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ അതിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഓട്ടിപ്പോണേ പോലെ നോക്കി വെക്കാം. ദൂരം പോയോ? മനുഷ്യനാണെങ്കിൽ മഴക്കാലം കൊണ്ട് പനിയും ജലദോഷം പനിയും കഫക്കെട്ടും മൂക്കടപ്പും കൊണ്ട് ആ വരുന്നത് യാസീൻ ലുക്കിലാ വരുന്നത് കേട്ടോ. ബ്രേക്ക് പിടിച്ച് അതാ ഇപ്പാ സോറി മുത്തേ. വണ്ടിയില്ലേ പോണെന്നെ അറിയില്ല. സ്മൂത്ത് പറഞ്ഞാല് റണ്ണിങ് ആണ്. സൗണ്ട് ഇല്ലേ? തിരിച്ചു വരട്ടോ. ഇപ്പൊ തിരിച്ചു. ആ പോത്തിന്റെ അടുത്തേക്കാ പോണേ. ഇനി ആ പോത്തിന്റെ അടുത്തേക്കാ പോണ്. ബഹുമാനപ്പെട്ടപ്പച്ചത് അന്തങ്കമ്മയായി പോണട്ടോ.
അലാറോ ഈ നേരത്തെ എന്തിനാണ് കലാറം കളിച്ചാൻ പോകാനോ? 6 മണിയില്ലേ? ഇനി ടൂക്ക് കേട്ടോ. വണ്ടിയാണ് 15 ഓ ഇഷ്ടപ്പെട്ടാ? ആ ഒരു പ്രശ്നം ഫീൽ ചെയ്ത് എന്താ വെച്ചാല് കാല് ഇങ്ങനെ വെച്ചിട്ട് അല്ലത് അങ്ങനെ വെക്കണല്ല, ദൂര അതിന് പർപ്പസ് ഉണ്ട്. ഈ സാധനം ഊരിയാല് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വാങ്ങിയാണ്. ഇത് പിടി ഷാഫിയെ. ആ അങ്ങനെ ഇതൊന്ന് പിടിച്ചാ കൊണ്ട ഷാഫി. ഇനി നോട്ടി. ഹലോ ആ നിങ്ങൾക്ക് അവിടെ വെക്കാം. സ്കൂൾ പോകാൻ വണ്ടിയല്ലേ മുതലാളിക്ക് വാങ്ങിക്കൊടുത്താ? വണ്ടിയില് ഹെൽമെറ്റ് കോട്ട് കൊടുത്തപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു ബൈക്കിന്റെ ഒരു മണം. ഞാൻ വിചാരിച്ച പിന്നെ പൊളിഞ്ഞിട്ട് വീണ സാധനം കൊണ്ടുവരുമോന്ന് എനിക്ക് വെച്ചാറ്. ആര് ആയതാ മറ്റേ ഡേർട്ട് ബൈക്കോ? ഔ അത് ഇങ്ങോട്ട് കൊടുത്തിട്ടോ. സ്ഥിരം കൂറ്റന്മാർ പമ്പ് തന്നെ അടിച്ചിട്ട് പിന്നെ പൂക്കോടും പറഞ്ഞു നടക്കുന്നത്. നമുക്ക് ഏത് സൈസ് പിരാന്ത ഇറങ്ങാന്ന് പറയാൻ പറ്റൂലല്ലോ. ഇതെല്ലാവർക്കും പോകാൻ പറ്റിയ ഫാമിലി ഫ്രണ്ട്ലി ആണ് വണ്ടി. ചെക്കന്മാർക്ക്, ഗേൾസിന്, ബോയ്സിന് ആർക്കും പോവാം. അത് ഫോൺ വെക്കാൻ ഇതിന്റെ മൊബൈൽ വെക്കാം. മൊബൈൽ എടുത്താ അത് മൊബൈൽ എടുത്തോടുത്താ മൊബൈൽ വെച്ചാണെന്ന് പോയിക്കോട്ടെ. യൂട്യൂബ് ഇട്ടാണ്ട് മഴ പെയ്ത് കമന്റ് വായിച്ചു പോയിക്കോട്ടെ. കമന്റ് വായിച്ചു പോകാൻ ഇത് മിക്കവാറും നാണിക്കുട്ടി എടുക്കുവാനൊക്കെ പഴയ വണ്ടി ടച്ച് വർക്ക് യൂട്യൂബ് എടുത്താണ്ട് കമന്റ് വായിച്ചു പോയി. കമന്റ് വായിച്ച് വണ്ടിമ കേറുമ്പോഴേ ഇപ്പൊ കമന്റ് വായിക്കാത്തുള്ളൂ. അതെ, ഉറക്കത്തിൽ ഇങ്ങോട്ട് വരെ വർത്താനം തീത്ത കമന്റാ. പിന്നെ വരെ കമന്റിലാണ്. പോയോക്കി ഞാൻ വെച്ചാണ്ട് പോയോക്കി കുറച്ചുകൂടി സ്മൂത്ത് ആവും. ആ കോൾ അറ്റൻഡ് ചെയ്യാം. ആ സ്പീക്കറുടെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വണ്ടിമ പോകുമ്പോ ഫോണുമ്മ കളിച്ചാല് ആ നേരെങ്കിലും അയിമൊന്ന് വിട്ട് നിൽക്കാനാണ്. അത്ര അല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യ കോള് വേണ്ട. റൂട്ട് മാപ്പ് ഇട്ട് പോവാ. അത് മാത്രം. വണ്ടി അത്യാവശ്യം വിളിച്ചോ? ഹലോ കേൾക്കണ്ട സ്പീക്കറോടെ അതാ ഭാഗം പോയല്ലോ. ഇതേ ഇവിടത്തെ സെൻസർ ആയിട്ട് ഓഫായി. അപ്പൊ ഫോൺ വിളിക്കാൻ സെൻസർ ആദ്യം ഓഫ് ആക്കണം. സെറ്റ് അല്ലേ? ആ ശരി. കൊറേ കമ്പി കയറുന്നില്ല, ഒക്കെ പാകത്തിന്. ആ കൊട്ടയൊക്കെ എന്റെ വണ്ടിക്ക് വേണമെങ്കിൽ നാളെ വിവേകാട്ട ഉണ്ടാക്കി തരും. അടുക്കളയിൽ പാത്രം വെക്കാം. ആവശ്യമില്ലാത്തപ്പോ പറഞ്ഞോണ്ട് അനു ആഴ്ചമാ തൈലെടുത്ത പാത്രം വെക്കും. കൊട്ട ഒരു ഉപകാരത്തിലേ. ഇതിന് എത്ര മോഡുണ്ട്? 3 മോഡ്. എക്കോ, റഷ്, പിന്നെ റൈഡ്, എക്കോ, റൈഡ്, ഹെൽമെറ്റ് രക്ഷയില്ലല്ലേ? കൊച്ചി മച്ചുവായിപ്പച്ചി മച്ചാനെ ഇന്ന് എങ്ങോട്ടാണ് മച്ചാനെ റൈഡ്? ABS ആണല്ലേ? അതിന്റെ ഉള്ളില് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. അതിന്റെ ഉള്ളിലേ നനയാതെ സാധനങ്ങൾ വെക്കാം. ഒന്ന് വലിക്കണം, ഒന്നൊരു പവർ കൊടുത്ത് വലിക്കണം. പവർ കൊടുത്ത് വലിച്ചെന്നെ വേണം. അങ്ങനെ ആവില്ല കേട്ടോ. എന്തേലും ലോക്ക് ഉണ്ടാവും. അടുത്തൊന്നും ആരും നിൽക്കരുത്. വലിച്ചുമ്പോ കണ്ണും മൂക്കൊക്കെ കൊണ്ടുപോകും. അത്യാവശ്യം എണ്ണ ടാങ്ക്, കറണ്ട് വണ്ടിക്ക് എണ്ണ ടാങ്കോ? ചെങ്ങായി ചെറുക്കനുണ്ടല്ലോ, ഒന്നല്ലല്ലോ. ഒരു പ്രയോഗം എല്ലാവർക്കും സംഭവിക്കും എപ്പോഴും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇതിന്റെ പേരെന്താ? റിവർ ഇൻഡി.
റിവർ ഇന്ത്യ. ഇവർ ഇന്ത്യ ലിവർ അല്ല, റിവർ ഇന്ത്യ, നദി പുഴയിലൂടെ ഓടുന്ന വണ്ടി. ഇന്ത്യൻ നദി. വലിയ പറഞ്ഞത് ഇവർ ഇന്ത്യ അതല്ലേ. ഇത് നാളെ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോവാ. നാളെ പണി കൊടുക്കാണ്. ഇന്ന് പോയോ? ന്യൂസ്റത്ത് പോകണ്ട. പണി കൊടുക്കാനി ബസ് കളിയാക്കണ്ട. ഞാൻ സ്കൂൾക്ക് ഇന്നും പോയി നാളെയും പോകും. നാളെ ബന്ധാണ്. എന്താ ഇജന്റെ പച്ചക്കുതിരമല പോലെ എനിക്കെന്ത് ബന്ധിനെന്താന്ന് സ്കൂളില്ല നാളെ, എന്നിട്ട് നാളെ ബന്ധിനെന്താന്നൊക്കെ ഇന്ന് വന്നോലെ ഹാജറിട്ടിക്കണ് ടീച്ചറെ. ഇവർക്ക് ഹാജറിട്ടില്ല. നാളെ വരുന്നോലെ ടീച്ചർ ലേണേഴ്സ് അല്ലേ ഇനി ശരി ലൈസൻസ് എടുക്കണ്ട. പിന്നെ എനിക്ക് പോയിക്കൂടെ 10 മിനിറ്റല്ലേ വൈകിട്ടുള്ളൂ. ബസ് സമരത്തിന് എനിക്ക് പച്ചക്കുതിരമല പോലെ ലേണേഴ്സോ ലേണേഴ്സ് എടുക്കണ്ടേ ലൈസൻസ്? അത് രാവിലെ കഴിഞ്ഞില്ലേ? രാവിലെ കഴിഞ്ഞിരുത്തി ലേണേഴ്സ് വെച്ചണ്ടേ? ഹലോ ഓ രാവിലെ സ്കൂളിൽ പോയിനോ? ഇപ്പൊ രാവിലെ കട്ടി പണിയേക്കണ എനിക്ക്. ഇപ്പൊ രാവിലെ ചന്തക്കുന്ന നമ്മളെ വിളിക്ക ടെസ്റ്റ് കഴിഞ്ഞിട്ട്. ഓയ് ഇപ്പൊ എന്റെ പിന്നെ കുട്ടി എപ്പോഴാ പോയിരുന്നു സ്കൂൾക്ക് പോകാൻ? പറഞ്ഞെടുത്തു റേഞ്ച് ഇല്ല. അപ്പൊ അപ്പുറത്തെ സംസാരമൊക്കെ റേഞ്ച് ഇല്ല എന്നാണ് ആ കാട്ടണത്. അത് ഞങ്ങൾക്ക് എല്ലാം കേക്കണ്ടേ. ഇപ്പം അതിലിപ്പ ചേർന്നു പൈസ അയക്കാൻ ഞങ്ങളടുത്ത് പൈസ പൊറാട്ടയും കറിയും തിന്നാൻ പൈസ അയക്കാൻ ഞങ്ങളിലും റേഞ്ച് ഇല്ല. നല്ല റേഞ്ച് ഞാൻ റൗണ്ട് ഓട്ടോ ഇത് സൈക്കോ. ഞാൻ ഓട്ടില്ല, ഞാൻ പോട്ടോ. ഓ ദിസ് ഈസ് വെരി സ്മൂത്ത്. അഫി വെരി സ്മൂത്ത് വണ്ടി. കം ഹിയർ. ഓ അഫിയെ ഇവിടെ വാ. കയറിയൊക്കെ ബാ, വൈകിട്ടൊക്കെ എന്നിട്ടേ. എന്തിന്റെ പൈസ? ഇജൊരു മോരേട്ടൻ തന്നെ കേട്ടോ. എൻ്റെ പേര് മോര് രാജേഷ് നക്കണിയാം. മോരളിയൻ. നൂറ. ഗൈസ് ദിസ് ഈസ് എ വെരി സ്മൂത്ത് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ. നല്ല സുഖല്ലേ? നൂറ അർഷിനോടെ കുത്തിവെച്ചിനി. തിരിച്ചാൻ കുറച്ച് സ്ഥലം വേണമെന്നുള്ളൂ. നൂറ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. കാറില്ലല്ലേ? ഇപ്പം എങ്ങോട്ടേലും പോയി കാണും. വളരെ സ്മൂത്ത് റൈഡിങ് കംഫർട്ടുള്ള വാഹനമാണ് ഈ ഒരു വാഹനം. പട്ടിയും കൂടും നിരീക്ഷിക്കുന്നത് കാണാം. അപ്പോൾ ഇതാ നമ്മളെ സ്കൂട്ടി അഫീഫിന് സമ്മാനമായി നൽകിയിരിക്കുന്നു. ഈ ഒരു സ്കൂട്ടി അഫീഫിൻ്റെ പുതിയ യാത്രകൾക്കും മെല്ലെയുള്ള യാത്രകൾക്ക് ഈ ഒരു സ്കൂട്ടി തുടക്കമാവട്ടെ. റിന ഓട്ടിയൊക്കെ റൗണ്ട്. സോ ഗൈസ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ടൈമായി എന്ന് എനിക്കറിയാം. സോ ഇതാണ് നമ്മൾ സ്കൂട്ടി. വരും വ്ളോഗുകളിൽ സ്കൂട്ടിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അസറുണ്ടഞ്ചനും സൗദും വരുന്നുണ്ട്. എടാ ഇത് എങ്ങോട്ടാ 2 മോരും കുപ്പിയൊക്കെ? ഇത് കുടിച്ചോലെ പ്രത്യേക സ്ഥലത്ത് ഇത് കഴിഞ്ഞിട്ട് ഇത് അവിടെ വെക്കരുത്.
ഫ്രിഡ്ജിക്ക് വെക്കണം ഗ്ലാസ് കഴിക്കണം മനസ്സിലാകണ്ടില്ലേ ഗ്ലാസ് വെക്കണം എന്നൊക്കെ ഗ്ലാസ് കഴിക്കണം. ഇത് ഇളക്കിയ സ്പൂണ് കേക്ക് വെക്കണം. പിന്നെ വേസ്റ്റ് ഇടണം. മുളകുകൾ മുറിച്ചിട്ട് കത്തി കേക്ക് വെക്കണം. മുളകിന്റെ ഇല്ലി വേസ്റ്റ് കിടണം. ഇതല്ലേ പറയാൻ വന്നേ? ഓ എന്തൊരു ബോധവർക്ക് ഞാൻ ഇവരെ പറ്റിയിട്ട് ഇതാ ബഹുമാനപ്പെട്ട അസറുവിന്റെ അഞ്ചനുണ്ടത്. ആ ബോക്സിംഗ് ചാമ്പ്യനാണ് കൂറ്റമ്പാറത്തെ. വളർന്നു വരുന്ന ഇന്ത്യൻ പ്ലെയർ ആണ് എന്റെ ചെറുക്കോന്. ജാസഫിന്റെ അഞ്ചൻ തന്നെ. ഒന്നഞ്ഞു വരാ പഞ്ചുണ്ടോ? ഒരു പൊതുസ്ഥലത്ത് ഉപയോഗിക്കരുത് പറയണേ, വെറും ഇൻഡോർ ഗെയിംസിനാണ്. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്കൂട്ടിയുമായുള്ള പുതിയ വ്ളോഗുകൾ ഇൻഷാല്ല വരുന്നതായിരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട അഫീഫ് ഈ വണ്ടിമേൽ സ്കൂളിൽ പോകുന്നത്. ഈ വണ്ടിക്ക് എനിക്ക് പറയുന്നത് എല്ലാവരും ഒരു പേര് നിർദ്ദേശിക്കുക. മറ്റേ നമ്മൾ പച്ചക്കുതിര എന്ന് പേരിട്ടു. അപ്പോൾ അഫീഫിന്റെ വണ്ടിക്ക് നല്ലൊരു പേര് പറയണവർക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ട്. നല്ലൊരു പേരിടും, കിടിലൻ പേര്. അഫീഫിന്റെ വണ്ടിക്ക് ഒരു പേര് സമ്മാനിച്ചുകൊണ്ട് എല്ലാവരും വ്ളോഗിൽ നിന്ന് ഇറങ്ങാം. മെമ്മേ അത് ഓണാക്കി വെക്കല്ലേ മുത്തേ, ആണ് പോട്ടോ കറണ്ടാണ്. CBS ഉണ്ടോ? അപ്പം ഈ വണ്ടിക്ക് നല്ല പേര് നിർദ്ദേശിക്കുക. എല്ലാവരും കമന്റ് ചെയ്യുക എന്താണ് പറ്റുന്ന പേര്. സോ നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോകണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീണ്ടും ഒരു നല്ല വ്ളോഗിൽ കാണാം. ബൈ ബൈ.